Hi guys, welcome back my channel Casper Gaming. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ കളിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എന്തുവായിരുന്നടാ പേര്, മൈൻക്രാഫ്റ്റ് അല്ലേ? മൈൻക്രാഫ്റ്റ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് കാസ്പർ ഗെയിമിംഗ് എന്നാണ്. അപ്പോൾ ഈ ചാനൽ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഗെയിമിംഗ് ചാനലാണ്, അപ്പം ഫുൾ സപ്പോർട്ട് അടിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ 2 കൂട്ടുകാരന്മാരിരിപ്പുണ്ട്. അപ്പം ഒരുത്തൻ പറയുന്നത് അവൻ്റെ പേര് പറയേണ്ടത്. ഓക്കെ, നമ്മൾ ഇതാക്കുന്നില്ല. അപ്പം നമ്മുടെ മൈൻക്രാഫ്റ്റ് ഇവിടെ ലോഡായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ മൈൻക്രാഫ്റ്റ് ലോഡായിട്ടുണ്ട്. നമ്മൾ എവിടെയോ ഒരു വെള്ളത്തിലാണ് കൊണ്ടിട്ടേക്കുന്നത്. പിന്നെ മുമ്പ് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ അങ്ങനെ അറിയാം. ഇവിടെ ഒരു ആമ ഇപ്പോൾ ഉണ്ട്. ഒരു അടി കൊടുത്താലോ? നിൽക്കടാ അവിടെ അല്ലേ, വിട്ടേക്കാൻ പോട്ടെ. നമ്മളേതായാലും ഇനിയിപ്പോൾ നേരെ കുറച്ച് വുഡ് എടുക്കണം. അപ്പം വുഡ് എടുക്കുക. സൈഡിൽ ഒരു ഷീപ്പ് ഇപ്പോൾ ഉണ്ട്, അതിനെ പിന്നെടുക്കാം. അപ്പം നമ്മൾ കുറേ വുഡ് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ വുഡ് വെച്ചാണ് നമ്മൾ എല്ലാം തുടങ്ങേണ്ടത്. നമുക്ക് വാള്, കോടാലി, അത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വുഡാണ്. രാത്രി പിശാചുക്കൾ വരുമ്പോൾ അതിനെ കൊല്ലണം. നമുക്ക് ഫുഡ് വേണമെങ്കിൽ അതിന് നമ്മുടെ പശു, ഷീപ്പ് അങ്ങനത്തെ സാധനങ്ങളെ കൊല്ലണം. അപ്പോൾ അതിനൊക്കെ ഈ വുഡാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. നമ്മൾ വുഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വുഡ് 6 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അങ്ങ് ആകാശം വരെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വുഡെല്ലാം കട്ട് ചെയ്തു. നമ്മൾ കുറച്ച് ഇവിടെ ഒരു കേവ്, കേവല്ല, സാധാ ഒരു ഇതേ ഒരു ഷീപ്പ് ഇപ്പോൾ ഉണ്ട്. അവനെ കൊല്ലാം. അവനെ കൊല്ലാൻ പോവാണ്. ഓക്കെ, നമ്മൾ കൊബിൾ സ്റ്റോൺ എന്ന് കുറച്ച് ഓപ്ലാങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടൺ വേണ്ട ഉണ്ടാക്കി. പോട്ടെ. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്കിനി കോടാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവനെ ഞാൻ കൊല്ലാം. അവനെയാണ് മെയിൻ ആൾ. അവനെ കീച്ചാം. ഇക്കടാ, എന്താ ഓടുന്നേ? കീച്ചി. അവനെ ഞാൻ കീച്ചി. 2 വെട്ടി ഞാൻ വന്ന് തീർന്നു. ഇനിയും നമ്മൾ ഒരു പശു, അവനെ ഞാൻ കീച്ചാം. നമ്മൾ ചാടി വെട്ടുമ്പോൾ പവർ കൂടും, അങ്ങനെയാണ് പറയുന്നത്. ചാടാതെ കൊന്നു. നമ്മൾ അവനെയും കൊന്നു. അപ്പം ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് അങ്ങ് പോകാവേ. അപ്പം നമുക്ക് ഒരു വൂളേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഈ ഒരു ബയോം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബയോമല്ല, ഇത് ഏതൊരു പാട്ട ഐലൻഡാണെന്ന് തോന്നുന്നു. വേറെ സാധനങ്ങളൊന്നുമില്ല, ഒരു ചുറ്റും ഒരു ഐലൻഡാണ്. അങ്ങ് കുറച്ച് മരമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടങ്ങ് പോവാം, അതല്ലേ നല്ലത്. ഇവിടെ ഒരു ഐലൻഡാണ്, ഇവിടെ വലിയ ഇതൊന്നുമില്ല. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാൻ പോവാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മൾ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ ബോട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ കയറി അങ്ങ് പോവാം, അതാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് വേറെ നോയ്സും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. കാരണം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപ്പോഡോ മൈക്കോ അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു മൊബൈലിലാണ് ഇതെല്ലാം കളിക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഒരൊറ്റ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം, ഒരു മൊബൈലിലാണ്. നമുക്ക് ഏതായാലും ഇനി ബോട്ട് നമുക്കിനി എടുക്കാം. വരുന്നില്ലല്ലോ, കോടാലിക്ക് കിട്ടിയാലായിരിക്കും വരുന്നത്. കയറി ഇരുന്നടാ. കോടാലിക്ക് കിട്ടാതെ നല്ല വന്നടാ. നമുക്കെല്ലാം പോവാം. ഓക്കെ, ഇവിടെ കുറേ മരമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മരമുണ്ട്, കാടാണെന്ന് തോന്നുന്നു. കുറേ പൂക്കളുണ്ട്. പൂങ്കാവനം നമ്മളെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെക്കാട്ടി നല്ല പ്രോ പ്ലേയേഴ്സ് എൻ്റെ 2 വശത്തും ഇടത് വലത് വശത്തിങ്ങനെ ഇരിപ്പുണ്ട്. എന്നെക്കാട്ടി നല്ല അടിപൊളി പ്രോ പ്ലേയേഴ്സ് ആണെന്നാണ് പറയുന്നത്. മൈൻക്രാഫ്റ്റ് എല്ലാവരും ഭയങ്കരമായിട്ട് അറിയാം കേട്ടോ. ഫേസ് റിവീലൊന്നും ചെയ്യുന്നില്ല. അപ്പം വോയിസ് റിവീൽ ചെയ്യാമോ? ഒന്നും മിണ്ടുന്നില്ല. അതേപോലെ നമ്മൾ കുറച്ച് വുഡ് എടുത്തിട്ടുണ്ട്. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറുതായിട്ട്. ഓക്കെ നമുക്ക് ഏതായാലും ഇവിടുന്ന് പോവാവേ. നമുക്കൊരു വില്ലേജ് കിട്ടിയാൽ കൊള്ളാം. അങ്ങൊരു വില്ലേജ് ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. അവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, കയറി പോവാവേ. പംകിനാണെന്ന് തോന്നുന്നു. പംകിനാടാ അത്.
ഓ ദേവി, ഷീപ്പ് കുട്ടന്മാർ. അവനെ ഞാൻ കൊന്നു. ഇവനെ വേറെ നമുക്ക് ഈ പമ്പിനെല്ലാം തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിലെല്ലാം ഏതായാലും എല്ലാം മുറിച്ചിങ്ങെടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം മുറിച്ചിങ്ങെടുത്തു. എല്ലാം മുറിക്കാം. മുറിക്കണം, അത് അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോടെ എല്ലാം നമ്മൾ മുറിച്ച്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, നോക്കണം. എന്തായാലും പിന്നെ അതെല്ലാം നോക്കാം. അതിലെ ഫുഡ് നമുക്ക് 3 മറ്റേ ബീഫും 2 മറ്റേ പശുവിൻ്റെ ഇതൊക്കെ. കട്ടിലുള്ളതായി. കട്ടിലിനുള്ളതായി. ഇനിയിപ്പോൾ രാത്രി അല്ല പിശാചുക്കൾ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ല. പിശാചുക്കളെന്ന് ഉദ്ദേശിച്ച് മറ്റേ സോംബിയും സ്കെൽറ്റനും. ഏറ്റവും ഡേഞ്ചറസ് ഇല്ല ക്രീപ്പറാണ്. വീടിൻ്റെ മൂട്ടി വന്നിരുന്ന് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയാണ്. നമ്മളെ കൊന്ന് അതും അങ്ങ് ചാവുക. ചാവേർ ഈ ക്രീപ്പർ. എന്താ ചിരിക്കുന്നത്? ചാവേറാവൻ ക്രീപ്പറേ. നമ്മൾ കുറച്ച് കൊബിൾ സ്റ്റോൺ വെച്ച് കട്ടിലുണ്ടാക്കാൻ പോവാണ്. കട്ടിലുണ്ടാക്കാനാണ് ഇപ്പോൾ കൊബിൾ സ്റ്റോൺ എടുക്കുന്നത്. നമ്മൾ കുറേ വുഡ് വെട്ടിയിട്ടുള്ളതുകൊണ്ട് കുറേ കൊബിൾ സ്റ്റോൺ എന്നാണല്ലോടാ ഞാനീ പറയുന്നത്. അതിൻ്റെ പേര് ഓക്ക് പ്ലാങ്ക്സ്. അത് ഞാൻ കൊബിൾ സ്റ്റോൺ എന്നാണ് പറയുന്നത്. നമ്മളിതാ ഒരു സോംബി വന്നിട്ടുണ്ട്. വാടാ, നിന്നെ ഞാൻ കൊല്ലൂടാ. പിന്നെ ഞാൻ എന്താ വഴി ഇന്ന് കൊല്ലും. ഓക്കെ ഒറ്റ വിട്ട് ഞാൻ അയ്യോ അവൻ എന്നെ തീ പിടിച്ചടാ. മേളിൽ കയറിപ്പോ കൊല്ല്. കൊന്നു അവനെ. ഞാൻ കൊന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് ഏതായാലും വെള്ളോട്ട് പോവാം. അല്ലേ നമുക്ക് ഏതായാലും വന്ന സ്ഥിതിക്ക് ഇതാരാ ഇത്? വന്ന സ്ഥിതിക്ക് ഏതായാലും നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോൺ എടുത്തിട്ട് അങ്ങ് പോവാം. ഒരു വീടൊക്കെ പണിയാനുള്ളത്. പക്ഷെ നമ്മൾ വീട് പണിയുകയാണെങ്കിൽ അത് വല്ല വില്ലേജ് നോക്കിയായിരിക്കും വീട് പണിയുന്നത്. എന്തായാലും പംകിൻ തിന്നാൻ പറ്റത്തില്ല കേട്ടോ. ഞാനപ്പോൾ നോക്കി, പംകിൻ കഴിക്കാൻ പറ്റുന്നില്ല. ഫുഡിന് ചിക്കൻ തിന്നാം. നമ്മൾ BGMA പോലെ ചിക്കൻ ഡിന്നറാണ്. ഓക്കെ നമുക്കേതായാലും ഒരു ഇതങ്ങ് ഉണ്ടാക്കാം. എന്താ പിക്കാക്സ് എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോൺ ഉണ്ടാക്കണം. കൊബിൾ സ്റ്റോൺ വേണം. നമ്മളേതായാലും കുറച്ച് കൊബിൾ സ്റ്റോൺ കൊത്താൻ വേണ്ടി നമ്മൾ പുറകിൽ മറ്റേ സോംബി തന്നെ തീ പിടിപ്പിച്ച് മറ്റേ കേവില്ലേ, അവിടുന്ന് കുറച്ച് കൊബിൾ സ്റ്റോൺ എടുക്കണം. നമ്മൾ കൊബിൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ഇതാ ഒരു പിഗ് ഇപ്പോൾ ഉണ്ടോ അവിടെ. എന്തെങ്കിലും താഴോട്ട് പോയിട്ട് നമുക്ക് ഇതെടുക്കാം. സ്പൈഡർ ഇപ്പോൾ ഉണ്ട്. അവനെ നമുക്ക് ആദ്യം ഒന്ന് കൊല്ലാം. ഓക്കെ, ചാവടാ. അയ്യോ അതെന്തുവാടാ, ഞാൻ പറന്നു പോന്നേ. എടാ എന്തോ സ്കെൽട്ടൻ. അയ്യോ തോണ്ടായിരുന്നു ഈ സ്കെൽട്ടൻ. ഓക്കെ, അവനെ ഇന്ന് തീർക്കണം. ഇല്ലേ നമ്മൾ സത്ത് പോയ പണിയാ. അയ്യോ കയറി വരുന്നത്. ചാവടാ. ചത്ത ഇത്രയോടെ ചത്ത. അതും വുഡിൻ്റെ ആക്സ് ഇട്ട് വെട്ടി പെട്ടെന്ന് ചത്ത. ഓട്ടെ, ഏതായാലും ചത്ത്. അത് മതി, നമുക്കത് മതി. നമുക്ക് ഏതായാലും രാത്രിയാവാറായി. നമ്മൾ രാത്രിയാവാറായി. ഓക്കെ, ഉറങ്ങാം. അതല്ലേ നല്ലത്. ഇല്ലേ പിന്നെ എല്ലാ അസത്യങ്ങളോട് അടിയിടേണ്ടി വരും. ഇപ്പോൾ ഭയങ്കര പാടാ. വയ്യ. നമുക്ക് ഏതായാലും വൂള് കിട്ടിയത് നന്നായി. നമുക്ക് ഏതായാലും ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഏതായാലും ഒരു കോടാലി എടുത്ത് വെച്ചേക്കാം, ഇല്ലേ പണി കിട്ടും. നമ്മൾ ഏതായാലും ഉറങ്ങാം, എന്നാ നല്ലത്. ഉറങ്ങി എണീറ്റു. സുപ്രഭാതം ബിഗ് ബോക്സ് സുപ്രഭാതം. ഓക്കെ, നമുക്കതിനും പോവാം. മാലയിട്ട് കുലുക്കാറാ. അങ്ങ് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇരിക്കുക. എൻ്റെ കോൺസെൻട്രേഷൻ അങ്ങ് പോകും. ആരായത്? ഈ അസത്യങ്ങളോട് ഷീൽഡ് ഇല്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഉള്ളിലോട്ട് പോകണ്ട, ടോർച്ചും ഇല്ല, ഷീൽഡും ഇല്ല. നമുക്ക് ഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരോട് നമുക്ക് പൊരുതായിരുന്നു. കാരണം
ഷീൽഡുണ്ടെങ്കിൽ നമുക്ക് മറത്തി വയ്ക്കാമല്ലോ. പരിച ഓക്കെ. അപ്പോൾ നമ്മൾ അയണൊക്കെ നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം. അടുത്ത പാർട്ടിൽ നമ്മൾ ഏതായാലും കുറച്ച് കൊബിൾ സ്റ്റോൺ ഏതായാലും വന്ന സ്ഥിതിക്ക് അങ്ങ് എടുക്കാം. ഓക്കെ കുറച്ച് കൊബിൾ സ്റ്റോൺ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി മേളിൽ കയറി പോകാം. അതാണ് നല്ലത്. ഓക്കെ. നമ്മളേതായാലും ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ അവിടെ എവിടെ നോക്കിയാലും ഇപ്പം വൂളെന്ന് ഷീപ്പാ. നമ്മൾ അല്ലാത്തപ്പോൾ ഭയങ്കര പാടാണ് ഈ ഷീപ്പിനെ കിട്ടാൻ. നമ്മൾ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഷീപ്പാ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ ഏതായാലും ഞാൻ നിർത്താൻ പോവാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. അടുത്ത പാർട്ടിൽ നമ്മളൊരു വില്ലേജ് തേടി പോകുന്നതായിരിക്കുമേ. അപ്പം എല്ലാവർക്കും ബൈ.